Hello guys, welcome back to my YouTube channel. 555 Angel Tarot Card Reading മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ചെയ്താൽ മതി. കോൾ ചെയ്യണ്ട, കഴിവതും അങ്ങനെ ടൈം കിട്ടാറില്ല. അതുകൊണ്ട് മെസ്സേജ് ചെയ്താൽ മതി. അതെന്തായാലും നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. നീ എന്നെ സ്വീകരിക്കില്ലേ? ഞാൻ കുറേ കാലമായി നിന്റെ സ്നേഹത്തിനായി കൊതിക്കുന്നു. കള്ളമായ സന്തോഷവും ചിരിയും മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിച്ച് ഈ വ്യക്തിക്ക് മതിയായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, തീർച്ചയായിട്ടും ഈ പേഴ്സൺ വളരെയധികം ഒരു അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു എനർജി, അതാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള ടോപ്പിക്ക്. അപ്പം നമുക്ക് ഇന്നത്തെ ഇതിലേക്ക് പോവാം. 10 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഡീറ്റെയിൽ റീഡിംഗ് ആണ്. എന്നാലും ഒരു 20 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എനർജി. ഒരുപാട് നമുക്ക് മെസ്സേജസ് കിട്ടുന്നുണ്ടെങ്കിൽ, ഇൻഡ്യൂഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ പറയേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വെച്ച് നീട്ടിപ്പിക്കാതെ തന്നെ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ പേഴ്സൺ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, എല്ലാ കാർഡ്സും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, പറ്റുന്ന പോലെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ. ലെറ്റ് us see സെൽഫ് വർത്ത് ആണ്. അതായത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആരും ഈ വ്യക്തിയെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ആരും ഈ പേഴ്സണെ വിശ്വസിക്കുന്നില്ല. ആരും വിശ്വസിക്കുന്നില്ല എന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ ഈ പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം, അതൊന്നും മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ആരും ഈ പേഴ്സന്റെ മാനസിക അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഒരുപക്ഷെ ഇതേ അവസ്ഥയിലൂടെ തന്നെയായിരിക്കാം നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണ് നല്ലൊരു ലൈഫ് പറയുന്നുണ്ട്. ഇവിടെ ഒരു രാജകീയമായിട്ടുള്ള ഒരു ചെയർ, ഒരു കസേര നമുക്ക് കാണാം അല്ലേ? അതൊരു സാധാരണ കസേരല്ല, ഒരു മാജിക്കൽ പവർ ഉള്ള ഒരു കസേരയാണ്. ഇറ്റ്സ് എ ചെയർ. അതൊരു മിറാക്കിൾസ് സംഭവിക്കുന്ന ഒരു കസേരയും കൂടിയാണ്. അപ്പൊ ആ ഒരു ചെയർ ആണ് ഈ വ്യക്തിയുടെ ഒരു എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു രാജകീയമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ഈ പേഴ്സണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടേണ്ടത്. ആ ഒരു രീതിയിൽ ജീവിച്ചു പോകേണ്ട ഒരു വ്യക്തിയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി പല കാര്യങ്ങളിലും ഇങ്ങനെ തടസ്സങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണെ ആരും വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ അടുത്തുള്ള സ്വന്തം അച്ഛനും അമ്മയാണെങ്കിൽ പോലും ഈ പേഴ്സണെ തഴഞ്ഞിട്ടിരിക്കുന്ന അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അത് മാത്രമല്ല, ഈ പേഴ്സണ് വളരെയധികം കൺട്രോളിങ് വരുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രോളിങ് പവർ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഫുൾ പൊട്ടൻഷ്യൽ, അതായത് ഈ വ്യക്തിയുടേതായിട്ടുള്ള മുഴുവനായിട്ടുള്ള കഴിവുകളും സ്വാതന്ത്ര്യ ചിന്തകളും ഈ വ്യക്തിക്ക് പുറത്തേക്ക് എടുക്കാൻ ആവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഒരിക്കലും കഴിവില്ലാത്തത് കൊണ്ടല്ല, ഈ വ്യക്തിക്ക് അതിനുള്ള അവസരങ്ങൾ ചുറ്റിനുള്ളവർ തരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ ഏറ്റവും ബ്ലോക്കേജസ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ആക്ച്വലി ഈ പേഴ്സണ് തന്നെ ചില സമയത്ത് തോന്നിക്കുന്നുണ്ട്, ഭാഗ്യമില്ലാത്ത ആളാണോ, അല്ലെങ്കിൽ യോഗമില്ലേ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത്. പക്ഷെ അതൊരു എന്താ പറയുക, ഒരു കൺട്രോളിങ് സ്റ്റേജിൽ വന്ന് പെട്ടുപോയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഓക്കെ, ഒരുപക്ഷെ വീട്ടിൽ നിന്നും മാറി താമസിക്കാനൊക്കെ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം, അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബട്ട് ഈ പേഴ്സൺ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, പക്ഷെ ഈ പേഴ്സന്റെ ലൈഫ്, ഈ പേഴ്സൺ സ്വന്തമായിട്ട് തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ജീവിതം ഈ പേഴ്സണ് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇതിൽ മുന്നിട്ട് നിൽക്കുന്ന എനർജി ആരുടേതാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ലെറ്റ് us see
നിങ്ങളുടെ ആണോ ഈ പേഴ്സന്റെ ആണോ ഇതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന എനർജി എന്നത് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ ദിസ് വിൽ ബി ദ യെസ് 4-4. അതായത് വളരെയധികം ബാലൻസിങ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് പോസിറ്റീവായിട്ട് കാണിക്കുന്നത് സ്ത്രീകളുടെയാണ്. പുരുഷന്മാര് നെഗറ്റീവ് ആണെന്നല്ല പറയുന്നത്. പക്ഷെ ഇവിടെ സ്ത്രീകളാണ് വളരെയധികം അഗാധമായിട്ടുള്ള, അതായത് അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രണയം എന്നൊക്കെ പറയില്ലേ, അത്രയും ഒരു സ്നേഹത്തിലേക്ക് ആഴത്തിൽ പതിഞ്ഞു നിൽക്കുന്നത് സ്ത്രീകളായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ എനർജി 44 ആണ്. 4 + 4 = 8 ആൻഡ് 8 ഡിവൈഡഡ് ബൈ = 4 ആണ്. അപ്പൊ അത് എപ്പോഴും അതൊരു ബാലൻസിങ് എനർജിയാണത്. ഓക്കെ, അതായത് 4 കാലിൽ വീഴോളൂ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പൊ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരാണ്, നിങ്ങൾ സ്നേഹിക്കുന്നത് സ്ത്രീകളെ ആണെങ്കിൽ പോലും ആ ഒരു ബാലൻസിങ് എനർജി അവർക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് കാണിക്കുന്നത്. സ്ത്രീകൾ ഇവിടെ വളരെയധികം സ്പെഷ്യലായിട്ട് കാണപ്പെടുന്നു. പുരുഷന്മാർ കൊള്ളില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടോ ഇമോഷണൽ പരമായിട്ട് നോക്കുകയാണെങ്കിലും മനോശക്തിയായിട്ട് നോക്കുകയാണെങ്കിലും എല്ലാം കൊണ്ടും ഈ പേഴ്സൺ വളരെയധികം, അതായത് ഈ ഒരു സ്ത്രീകളുടെ എനർജി വളരെയധികം മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു ലേഡീസ് എന്ന് പറയുന്നത്, ഇവിടെ സ്ത്രീകൾ എന്ന് പറയുന്നത് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. വളരെയധികം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിസ്സാര പ്രതിസന്ധികളിൽ എന്താണ് തകർന്നു വീഴില്ല എന്നുള്ളതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വ്യക്തി അവിടെ വിഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും, മനസ്സിലാക്കും. നിങ്ങളുടെ മനസ്സിൽ അത് വരും. ഓക്കെ, അത് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതെൻ്റെ പേഴ്സൺ എന്തോ പ്രശ്നത്തിലാണ്, വിഷമത്തിലാണ്, സോ എനിക്ക് കോൾ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് പോയി സംസാരിക്കണം, കാണണം, അല്ലെങ്കിൽ ആരെങ്കിലും വഴിയെങ്കിലും നിങ്ങൾ അന്വേഷിക്കാൻ നോക്കും. അങ്ങനെ ഒരു വളരെ ഇൻഡ്യൂഷൻ ആയിട്ടുള്ള, വളരെ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട്, അത് മാത്രമല്ല നിങ്ങൾ ഒരു ടീച്ചറിന് തുല്യമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. മനസ്സിലായി? ഇപ്പൊ ഇത് ഈ ഒരു റീഡിങ് കാണുന്നത് സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ടീച്ചറാണ്. ഈ പേഴ്സന്റെ ഒരു അധ്യാപിക പോലെയാണ്. കാരണം നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും ഈ പേഴ്സന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ പേഴ്സൺ എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്നേഹം അതൊരിക്കലും നിങ്ങൾ കളയില്ല. അത് നിങ്ങൾക്ക് കളയാൻ പറ്റില്ല. അത്രയും ആ ഒരു സ്നേഹത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ലേഡീസിന്റെ എനർജിയാണ് എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫ് എന്തോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം, നിങ്ങളുടെ പരിശുദ്ധമായിട്ടുള്ള മനസ്സ്, അതിലൊക്കെ യാതൊരു തരത്തിലും അഴുക്ക് വീഴാതെ, കളങ്കപ്പെടാതെ നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു മനസ്സിന് ഉടമയുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് അത് നമ്മൾ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, നല്ലൊരു എനർജിയാണ്. അത് എന്തൊക്കെ ആയിക്കോട്ടെ, ലൈഫിൽ ചിലപ്പോൾ വിഷമങ്ങൾ മാത്രം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, ബട്ട് എന്തോ ആയിക്കോട്ടെ, പക്ഷെ അത് നിങ്ങൾ അതിൽ കംപ്ലീറ്റ്ലി ഡെഡിക്കേഷൻ കൊടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ആൾക്കാരാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് പോരായ്മകൾ? ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള പോരായ്മകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ വി ഗോട്ട് ദ യിങ് യാങ് എനർജി, ബട്ട് ദിസ് ഇസ് ഇൻ ദ റിവേഴ്സ് ഫോമിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ആക്ച്വലി ഇങ്ങനെയാണ് വരേണ്ടത്. ബട്ട് വി ഗോട്ട് ഇൻ ദിസ് വേ യിങ് യാങ് എനർജി, ബട്ട് അത് റിവേഴ്സ് എനർജിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇതൊരു ടാസ്ക് ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ റീഡിങ് കാണുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ ലവർ, ആ ലവറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തായാലും ഒരു ടാസ്ക് ആണ്. അത് ഒരു ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു മാരേജിലേക്ക്, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നില്ല. വളരെ പെട്ടെന്ന് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. കാരണം പല തരത്തിലുള്ള കർമ്മങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ കൂടുതലും പാസ്റ്റ് ലൈഫ് എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ പാസ്റ്റ് ലൈഫ് എനർജി എന്ന് പറയുമ്പോൾ മുച്ചന്മ
ആ ഒരു കർമ്മം അതൊക്കെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ മെഡിറ്റേഷൻ ചെയ്തും പ്രാർത്ഥനകൾ ചെയ്തും നിങ്ങളുടെ എനർജി, ഒരുപക്ഷെ നിങ്ങൾ ഈ ടാരറ്റ് റീഡിംഗ് ഒക്കെ കാണുന്നത് കൊണ്ടായിരിക്കാം, നിങ്ങളുടെ എനർജി കുറച്ചും കൂടി ഉയർത്തിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ബാലൻസ് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തിയാണെങ്കിലോ ആ ഒരു പൂർവ്വജന്മ കർമ്മം, അതായത് പാസ്റ്റ് ലൈഫ് കർമ്മ, അല്ലെങ്കിൽ ഈ ജന്മത്ത് വന്നുപെട്ടിട്ടുള്ള ചില പാരമ്പര്യ കർമ്മങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു തിരിച്ചടിയായിട്ട് ഈ ഒരു യിങ് യാങ് എനർജി എന്ന് വെച്ചാൽ തീയും വെള്ളവുമാണ് അതിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 2 എലമെന്റ് ആണ് വരുന്നത്. ആ ഒരു എനർജി ബാലൻസ് അല്ല എന്നാണ് കാണിക്കുന്നത്. അതാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിൽ എനർജി നല്ല രീതിയിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് ഇതുപോലെ അനാവശ്യമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ പേഴ്സണ് ഭയങ്കര ഒരു ക്ഷീണം, ഭയങ്കരമായിട്ട് ഉറക്കം, ബ്രീത്തിങ് പ്രോബ്ലംസ്, ശ്വാസം വലിക്കാനൊക്കെ ബുദ്ധിമുട്ട്, ഭയങ്കര ഒരു മനസ്സിനൊക്കെ ഒരു ഭാരം, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി അതിന് ഈ പേഴ്സൺ മെഡിസിൻ കൊടുക്കുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. ആക്ച്വലി അത് ഈ പേഴ്സണിലേക്ക് ഒരു എനർജി വരേണ്ടതായിട്ടുണ്ട്. ആ ഒരു എനർജി കിട്ടുന്നത് സ്പിരിച്വലി കണക്റ്റഡ് ആകുമ്പോൾ മാത്രമാണ്. അപ്പോൾ ആ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് ഈ വ്യക്തിക്ക് പോകാനായിട്ട് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നു. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഒരു എനർജി കംപ്ലീറ്റ്ലി ഒരു ബാലൻസ് അല്ലാത്ത സിറ്റുവേഷൻ. അത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പേഴ്സന്റെ എനർജി തന്നെയാണ്. നിങ്ങളുടെ അത്രയും ഇല്ല, നിങ്ങളുടെ അത്യാവശ്യം ബാലൻസ്ഡ് ആണ്. മനസ്സിലായോ? പക്ഷെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും സംസാരിക്കുന്നത്, ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ചുറ്റിനുള്ളത്. അപ്പോൾ അവർ പറയുന്ന നെഗറ്റീവൊക്കെ കേൾക്കാം, മനസ്സിലേക്ക് ഏറ്റെടുക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. വെള്ളം ഒട്ടും കുടിക്കുന്നില്ല, സമയത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല, ഒരുപാട് ഓവർ തിങ്കിങ്, ആങ്സൈറ്റി, ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ ഓവർലോഡ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് ജോലി ചെയ്യാം. ശരാശരി ഒരു മനുഷ്യനെ കൊണ്ട് 7-8 മണിക്കൂറൊക്കെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് കുറേ രാത്രിയും പകലൊന്നും ഇല്ലാണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എനർജീനെ നല്ല രീതിയിൽ ബാധിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളായിട്ട് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ഈ പേഴ്സൺ എടുക്കുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. യെസ്, വി ഗോട്ട് ദ 1 റിംഗ് സർക്കസ് ആണ്, നമ്പർ 15 ആണ്. അപ്പോൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ചില രീതിയിലുള്ള ചിന്തകൾ വരുന്ന എന്താന്ന് വെച്ചാൽ, ചില സമയങ്ങളിൽ ഈ പേഴ്സണെ യൂണിവേഴ്സ് രക്ഷിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ചില പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് യൂണിവേഴ്സ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പറഞ്ഞ പോലെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ബന്ധം, ഫ്രണ്ട്ഷിപ്പ്, അത് കട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതെല്ലാവരും അല്ല, പക്ഷേ ഏകദേശം കുറേ പേര്, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തികൾ അങ്ങനെ ഒരു ബൗണ്ടറീസ്, അതായത് മറ്റുള്ളവരിൽ നിന്നും ചെറിയൊരു അകലം പാലിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതുപോലെ സ്വന്തമായിട്ട് പ്രാധാന്യവും ആത്മാഭിമാനവും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സണെ കളിയാക്കുകയും തരം താഴ്ത്തുകയും പുച്ഛിച്ച് തള്ളുകയും വില കുറച്ച് കാണുകയും മോശമാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്ന അത്തരം അവസ്ഥകളിൽ നിന്നും, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും ഈ പേഴ്സൺ മാറി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമാണ്. അത് ചില സമയങ്ങളിൽ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് അത്തരം ഒരു ചിന്തകൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് തീർത്തും യൂണിവേഴ്സാണ് ആ ഒരു ചിന്തകൾ ഇട്ട് കൊടുക്കുന്നത്. അത് ഈ പേഴ്സൺ എവിടേക്കോ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ളവരായിട്ട് ചിലപ്പോൾ അങ്ങേയറ്റം നെഗറ്റീവ് പറയുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ആദ്യമൊക്കെ അവരുടെ ഇതൊക്കെ കേട്ട് അങ്ങനെ അവരുടെ ഒപ്പം നടന്നു. പക്ഷെ ഈ പേഴ്സന്റെ ജീവിതം കോഞ്ഞാട്ടയായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ പേഴ്സൺ അതിൽ നിന്നൊക്കെ വിരമിച്ച് ദൂരേക്ക് നിൽക്കുന്നതായിട്ട്,
അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഈ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. ഇപ്പം എല്ലാ മനുഷ്യർക്കും രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ. അതൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കാനായിട്ട് ഈ പേഴ്സൺ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ ഈ പേഴ്സൺ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം എല്ലാ കാര്യവും എല്ലാവരുമായിട്ടും തുറന്നു പറയാതെ, എല്ലാവരോടും തുറന്നടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന ആ ഒരു ഇത്തിരി ബുദ്ധിയുള്ള, അല്ലെങ്കിൽ പണ്ടൊക്കെ മണ്ടത്തരമായിട്ടായിരുന്നു ഈ പേഴ്സൺ അതൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ച് ബുദ്ധിപൂർവം പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ അടുത്ത 3 ആഴ്ചക്കുള്ളിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഓക്കെ, അത് നമുക്ക് നോക്കാം. മൊത്തമായിട്ടുള്ള ഒരു എനർജിയാണ്. മേ ബി ഈ പേഴ്സണിൽ നിന്നും ആകാം, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്നും ആകാം, ഓക്കെ, പ്രപഞ്ച ശക്തിയിൽ നിന്നും ആകാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സണിൽ നിന്നും ആകാം. 3 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് എന്താണ്? യെസ്, നമ്പർ 33 ആണ്. എഗെയിൻ ഒരു ബാലൻസിങ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. 3 അതാണെങ്കിലും എന്താ പറയുക, ഒരു ബാലൻസിങ് എനർജിയാണ്. പീക്സ് ഓഫ് ജോയ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള എന്തോ ഒരു അവസരം നിങ്ങളെ തേടി വരുന്നുണ്ട്. അതൊരു സെലിബ്രേഷൻ ആയിരിക്കാം, ഒരു ഫംഗ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ജോലിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനമോ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമോ എന്തോ നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അടുത്ത 3 ആഴ്ചക്കുള്ളിൽ. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. മേ ബി ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഒരു കോൺവെർസേഷൻ വരാം. ഓക്കെ, സംസാരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺവെർസേഷൻ വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അങ്ങനെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി നിങ്ങൾ അത്രയും അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം, അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ എനർജിയിലാണ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത്. അതായത് 1 മാസത്തിനുള്ളിൽ ഈ വ്യക്തിക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. എന്തായിരിക്കും ഈ വ്യക്തിക്ക് 1 മാസത്തിനുള്ളിൽ? യെസ്, ഏസ് ഓഫ് പെൻഡക്കിൾസ്, വിൻഫോൾ ഓഫ് അബണ്ടൻസ് ആണ് പറയുന്നത്. ഗുഡ് ഫോർച്യൂൺ, എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി ഈ വ്യക്തിയെ തേടി വരുന്നുണ്ട്. അതൊരു ലക്ക് അട്രാക്റ്റ് ആണ്. മേ ബി ഭാഗ്യത്തെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന പ്രാർത്ഥനകളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാകാം, അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു. സംതിങ് പുതിയ വീടോ, അല്ലെങ്കിൽ വീട് പണിയുന്നതായിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലം മേടിക്കുന്നതായിട്ടോ, എന്തെങ്കിലും പ്രോപ്പർട്ടി വിറ്റു പോകുന്നതായിട്ടോ, അല്ലെങ്കിൽ പുതിയത് മേടിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ അതൊരു വാഹനമായിരിക്കാം. എന്തോ 1 മാസത്തിനുള്ളിൽ ഈ വ്യക്തിക്ക് വരാനിരിക്കുന്നുണ്ട്. ചിലപ്പോൾ പെട്ടെന്നുള്ളൊരു പ്രോഫിറ്റ് ആയിരിക്കാം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ പെട്ടെന്നൊരു ഉയർച്ചയായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സഹായമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴികാട്ടികൾ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കാം. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം എന്തായാലും അങ്ങനെ കാണിക്കുന്നു. ഓക്കെ, അതെന്തോ ഒരു പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. 1 മാസത്തിനുള്ളിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം അതങ്ങനെ തന്നെ വരട്ടെ. ദെൻ അത് നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ ഷെയർ ചെയ്യട്ടെ. ഓക്കെ, ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ പേഴ്സൺ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു മനോഭാവം അതെന്താണെന്നുള്ളത് നോക്കാം. കിങ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സണെ വിശ്വസിക്കാം. ഓക്കെ, ഈ പേഴ്സൺ അങ്ങനെ പറ്റിച്ചിട്ട് പോകുന്ന പേഴ്സൺ ഒന്നും അല്ല. കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും ഈ പേഴ്സൺ സ്റ്റക്കാണ്. പിന്നെ ചിലതൊക്കെ ഒരു മണ്ടത്തരമൊക്കെ കാണിക്കുന്നുണ്ട്. ബട്ട് എങ്കിൽ പോലും ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം പൊസസീവായിട്ട് കാണിക്കുന്നു. അസൂയയൊക്കെയാണ്, നിങ്ങളെ മറ്റാരും സ്വന്തമാക്കരുത്, അല്ലെങ്കിൽ മറ്റാരുടെയും കൂടെ നിങ്ങൾ പോകരുത്, അങ്ങനത്തെയൊക്കെ ഒരു നിർബന്ധ ബുദ്ധിയുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു. ഒരുപാട് ഹിഡൻ ഫീലിങ്സ് ഉണ്ട് ഈ പേഴ്സണ്. ഓക്കെ, ഒരുപാട് മനസ്സിൽ കാത്തു സൂക്ഷിച്ച് രഹസ്യമായി വെച്ചിരിക്കുന്ന ഒരുപാട് വികാരങ്ങൾ ഈ വ്യക്തിക്കുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുറച്ചധികം ഈ പേഴ്സൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഭയങ്കര ദുരഭിമാനമുള്ള ഒരു പേഴ്സൺ ആണ്. ഭയങ്കര ദുരഭിമാനമാണ്. അതായത് ഭയങ്കര അഭിമാനം, അങ്ങനെയൊക്കെ ഞാനെന്തോ വലിയ സംഭവമാണ്, അപ്പോൾ മറ്റുള്ളവരെന്നെ
ബഹുമാനിക്കണമെന്നോ അങ്ങനത്തെയൊക്കെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അങ്ങനത്തെ ഒരു കുറച്ച് നെഗറ്റീവ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ അങ്ങനെ വളരെയധികം ഒരു ടോക്സിക് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, ഒരു പോസിറ്റീവായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്. വളരെയധികം എന്താ പറയുക, മറ്റുള്ളവരെ സഹായിക്കണം അങ്ങനെയൊക്കെ മനസ്സുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാനും അങ്ങനെയൊക്കെ കഴിവുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു സ്നേഹം ഈ വ്യക്തിയുടെ കൈകളിൽ ഭദ്രമാണ് എന്നാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, അതായത് ഈ പേഴ്സന്റെ മനസ്സിലുള്ള സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കൈകളിലുള്ള ആ ഒരു സ്നേഹം, നിങ്ങളോടുള്ള ഒരു സ്നേഹം ഒരിക്കലും എന്താണ് മായ്ച്ചു കളയാനോ നഷ്ടപ്പെടുത്തി കളയാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല. ഓക്കെ, ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെയും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും മനസ്സ് ഓക്കെ എന്തിനെ കുറിച്ചാണ് അമിതമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ എന്താണ് എപ്പോഴും വരുന്ന ചിന്തകൾ? ഓക്കെ, ലവ് ബിഗിൻസ് ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് രണ്ടുപേരുടെയും കൂടി ഒരുമിച്ചുള്ള ഒരു കാർഡ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആണെങ്കിലും ആ പേഴ്സന്റെ ആണെങ്കിലും മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ തുടക്കമാണ്, ന്യൂ ബിഗിനിങ്സ് തന്നെയാണ്. അതായത് പ്രണയത്തിന്റെ പുതിയ തുടക്കം. അത് ലവിങ് എനർജീസ് ആണത്. കാരണം തീർച്ചയായിട്ടും ഹൈ വൈബ്രേഷൻസിലാണ് ഈ ഒരു പ്രണയാർദ്രമായിട്ടുള്ള ഈ ഒരു എനർജി നിൽക്കുന്നത്. എന്തൊക്കെ പ്രോബ്ലംസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായാലും, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, നിങ്ങൾ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുകയോ ഫോണിൽ കൂടി സംസാരിക്കുകയോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും പുതിയ മനുഷ്യരായിരിക്കും. ഇന്നലെ വരെ തമ്മിത്തല്ലിയതോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതോ വഴക്കിട്ടതോ ഈഗോ പ്രശ്നമോ ഒന്നും അവിടെ വരില്ല. അതായത് നേരിട്ടുള്ള ആ ഒരു കണക്ഷൻ വരുമ്പോൾ എല്ലാം പുതിയതായിരിക്കും. പുതിയ വർത്താനമായിരിക്കും, പുതിയ രീതികളായിരിക്കും, പുതിയ സംസാര ശൈലിയായിരിക്കും, പുതിയ ചിന്തകളായിരിക്കും, ആഗ്രഹങ്ങളായിരിക്കും. അതുമാത്രമല്ല പരസ്പരം ക്ഷമിക്കാനും പുറത്തു കൊടുക്കാനുമുള്ള ആ ഒരു മനസ്സ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. സ്നേഹം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന രണ്ട് സോളായിട്ട് കാണിക്കുന്നു. ദേഷ്യം, വൈരാഗ്യം, പക, പിണക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകുന്ന രണ്ട് വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും രണ്ട് കൈകൾ വന്നിട്ട് ഒരു ബൗളിൽ നിന്നും വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. ഒരു നദി പോലെയാണ് അത്. ഒരിക്കലും അത് ആ ഒരു ബൗളിൽ നിന്നും വരുന്ന വെള്ളമാണെങ്കിലും ഈ ഒരു നദിയാണെങ്കിലും വറ്റുന്നില്ല. അത് ആ ഒരു സെയിം പ്രോസസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതൊരിക്കലും വറ്റുന്നില്ല, അതൊരിക്കലും ഇല്ലാണ്ടാകുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പേഴ്സണ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. രണ്ട് ലവ് മെസ്സേജസ് ആണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നോക്കാം, ഹോൾഡിംഗ് ബാക്ക് ആണ്. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ. അപ്പൊ ഈ വ്യക്തി മുഴുവനായിട്ട് നിങ്ങളുടെ പേരിൽ കുറ്റം വെക്കാനൊന്നും തയ്യാറാകുന്നില്ല. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുന്നത് കുറച്ചും കൂടി നല്ല രീതിയിൽ പെരുമാറിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. നല്ലൊരു തിരിച്ചറിവാണ്. ഓക്കെ, കാരണം ഒരാളുടെ തലയിലോട്ട് മാത്രം കുറ്റം ചുമത്തുന്നത് അത്ര നല്ലതൊന്നുമല്ല. പകരം ഓക്കെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഐ ഫീൽ ഷാറ്റേഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെയധികം വിഷമിക്കുന്നുണ്ട്. ഓക്കെ, വളരെയധികം നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്, വളരെയധികം വിഷമിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ബ്രോക്കൺ ഹാർട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത്രയുമാണ് നമുക്ക് ലവ് മെസ്സേജസ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്കിനി കുറച്ച് ക്ലൂസ് എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. ക്ലൂസ് നോക്കാം. ഇന്ന് കുറച്ചധികം ക്ലൂസ് എടുത്തായിരുന്നു. ലെറ്റർ എഫ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഇനീഷ്യൽ ആകാം, അല്ലെങ്കിൽ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആകാം. ഷാർപ്പ് നോസ് കിട്ടിയിട്ടുണ്ട്, കൂർത്ത മൂക്ക്, ബൈക്ക് റൈഡ്. ഓക്കെ, 1010 ഏഞ്ചൽ നമ്പർ. ലെറ്റർ പി, ബുഷി ഹെയർ. നമ്പർ 44. ഓക്കെ, നമുക്ക് കാർഡിലും 44 കിട്ടിയിരുന്നു. ആക്ടർ.
ഓക്കെ. അബ്രോഡ് മേ ബി വിദേശത്ത് പഠിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളായിരിക്കാം. ലെറ്റർ സി കിട്ടിയിട്ടുണ്ട്. 777 33 ഇതും നമുക്ക് ആ ഒരു കാർഡിൽ കിട്ടിയ നമ്പറാണ്. മേ ബി നിങ്ങൾ ഇതൊക്കെ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഏഞ്ചൽ നമ്പർ ആകാം. പിന്നെ 1117 ഏഞ്ചൽ നമ്പർ. ഹെയർ, മുടി വളരെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നു. ലിപ്സ്, ചുണ്ടുകൾ വളരെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നു. ലെറ്റർ ഡി. 696 969 അതൊരു ബാലൻസിങ് എനർജിയാണ്, ഏഞ്ചൽ നമ്പർ ആണ്. ദെൻ ദിസ് ജി, ലെറ്റർ ജി. 144 ഈ ഒരു ഏഞ്ചൽ നമ്പർ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ടി. 555 ഓക്കെ. ലെറ്റർ ജി. ഐസ്, കണ്ണ് വളരെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നു. അപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 20 മിനിറ്റിൽ നിർത്താമെന്നാണ് വിചാരിച്ചത്, പക്ഷേ 25 മിനിറ്റായി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുകയും വ്യൂസ് കൂടുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഓക്കെ, പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക്. അവർക്കും ഇതൊരു ഗൈഡൻസ് ആയിക്കോട്ടെ. സ്പിരിച്വൽ ഗൈഡൻസ് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും ഇതൊരു വഴിത്തിരിവായിക്കോട്ടെ. ദെൻ എന്താ പറയുക, നിങ്ങളുടെ കമൻറ്റ് നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു 555, ഐ ക്ലെയിം ദിസ് പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. സോ അത്രേ ഉള്ളൂ. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.